ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? അതെ, നമ്മുടെ ചില്ലി ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സോൾട്ടാണ്. അപ്പോൾ ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ പിങ്ക് സോൾട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു 30 മിനിറ്റ്സ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ആ മസാലയൊക്കെ അതിൽ നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ അതാണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ നെക്സ്റ്റ് ജോലി എന്ന് പറയുന്നത് 30 മിനിറ്റ്സിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഓയിൽ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ചിക്കൻ പീസസിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ പീസസിനെ ഒരു 90% കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ പ്രോൺസ് മസാലയും അങ്ങനെ ഒത്തിരി റെസിപ്പീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസിനെ എല്ലാം നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തിരിച്ചിടാനായിട്ട് പോവുകയാണ്. ഒരു സൈഡ് അപ്പോൾ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മസാല ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബെൽ പെപ്പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല കളറിലുള്ള ബെൽ പെപ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം യെല്ലോയും ഗ്രീനും റെഡും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 എണ്ണം ഇടണമെന്നില്ല. ഉള്ള ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പോൾ റെഡ് ഉണ്ടെങ്കിൽ റെഡ് വെച്ചിട്ട് റെഡ് ബെൽ പെപ്പേഴ്സ് യൂസ് ചെയ്യുക. അല്ല ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം യൂസ് ചെയ്യുക. 3 ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ കിട്ടിയത് കൊണ്ട് ഞാൻ 3 ഇട്ടെന്നേ ഉള്ളേ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കതെന്ത് ചെയ്യാം? ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഞാൻ ഓരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്സും പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ എടുക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാല നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോൺ സ്റ്റിക്ക് കടായി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ട് നമുക്കിതിലേക്ക് എന്ത് ചേർക്കാം? കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഓയിൽ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അതുപോലെ തന്നെ ചില്ലിയും വേണം കേട്ടോ, ഗ്രീൻ ചില്ലി. അപ്പോൾ ഇത് 3 നേരം ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ജിഞ്ചർ ഇട്ട് കൊടുക്കാം, പിന്നെ ഗാർലിക് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. അതിന് ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനിൽ നമ്മുടെ ഒണിയനൊക്കെ നമ്മൾ ക്യൂബ്സായിട്ടാണ് അരിയുന്നത് കേട്ടോ. ഒണിയനും ക്യാപ്സിക്കവും എല്ലാം ക്യൂബ്സായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒണിയന് പിന്നെ പല കളറിലുള്ള ക്യാപ്സിക്കം എല്ലാം ഇവിടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒണിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം, നമ്മുടെ ക്യാപ്സിക്കം, അതായത് ഗ്രീന്, റെഡ്, യെല്ലോ കളറിലെ ക്യാപ്സിക്കം നമുക്കിതിലേക്ക് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി നമ്മുടെ മസാല എല്ലാം സോൾട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ട് ശേഷം നമുക്ക് എന്ത് ചേർക്കാം, ഇതിലേക്ക് ബാക്കി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ റെഡ്, ഗ്രീൻ, യെല്ലോ ബെൽ പെപ്പേഴ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിനി സോസുകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അത്രയും എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പം ചില്ലി സോസ് ചേർക്കുന്നില്ല. നമ്മൾ അതിൻ്റെ പകരം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ചില്ലി സോസും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് വേണ്ടുന്നവർക്ക്. അപ്പോൾ വേണ്ട നമ്മുടെ ബെൽ പെപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഓൾറെഡി ചിക്കനും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ സോസുകൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടൊമാറ്റോ സോസും സോയാ സോസുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചില്ലി സോസ് വേണ്ടുന്നവർക്ക് ചില്ലി സോസ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറും നമ്മൾ ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചേർക്കാം, നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് അതുമായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. സോയാ സോസും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പരിപാടി സിമ്പിളാണ്. ഇനി നമ്മൾ എന്ത് ചേർക്കുക, ഇതിലേക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചേർക്കുക, നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ പീസസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ. അപ്പോൾ നേരത്തെ ഞാൻ 3/4 കപ്പ് ലൂക്ക് വാം വാട്ടറിൽ ഞാനെന്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, 1 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചേർക്കാം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് 90% കുക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ആ 10% കൂടെ നമുക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേന് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചിക്കൻ ആ മസാലയുമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ചുകൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അത് നല്ലതായിട്ട് കുക്കായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേണ്ടേ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.